ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നാളാണ് ആഹൽ ബേബീൻ്റെ മുട്ടടിക്കുന്ന ദിവസം കേട്ടോ. അപ്പം ഇന്ന് അതിൻ്റെ തലേ ദിവസം കേട്ടോ അത്. ഇപ്പോൾ ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സമൂസ അങ്ങനത്തെയൊക്കെ. ഇപ്പോൾ നമുക്ക് ഒരു പണിയെടുക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് പറയാം. അപ്പോൾ ഗൈസ്, നാളാണ് അഹൽ ബേബീൻ്റെ മുട്ട അടിക്കുന്ന ദിവസം കേട്ടോ. അപ്പം ഇത് അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ അമ്മമാരൊക്കെ ഓരോരോ പരിപാടിയിലാണ് കിച്ചണിൽ. അപ്പോൾ ഇതാ ഇവരെല്ലാവരും ഇവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫിലിം കാണാം കേട്ടോ. ഇത് ലക്കി ഭാസ്കർ കേട്ടോ അവർ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇമ്മതാ ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിക്കൻ പൊരിക്കാനുള്ള ചിക്കനാണ് ഗൈസ്. ആമിത അവിടെ തേങ്ങ ചെരുക. ഇത് എത്രാമത്തെ തേങ്ങ? ഒരു മുറി അയച്ചു ഒളിഞ്ഞ എത്ര ചെരുക? അതൊരു ഐഡിയാണ് കഴിയും. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ മമ്മ ഇതാ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ ഇതൊക്കെ നിങ്ങള് ചെരുവേതാ? ഇത്രയും ചെരുവേതാ? കഴിവ് തന്നെ. എത്രാമത്താണ്? ഇതൊക്കെ ഇതാക്കാനുള്ളതോ? ചെറു ഒരു ആവശ്യമില്ല. വേണ്ട. അപ്പൊ കഴിച്ച് ഞാൻ പോകത്തേട്ടാ. ഇത്താത്ത ഒരു പണി എടുക്കാതൊക്കെ അങ്ങനെ നടക്കാണ് കഴിച്ച്. അപ്പോൾ സംഭവം ഉണ്ടായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഞാൻ സംഭവിക്കുന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത് കൂടെ പോയിട്ടുള്ളൂ. അപ്പം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ വിചാരിച്ചില്ലേ. സംഭവം എന്താ വെച്ചാൽ എന്താ പറയാൻ ഒന്നുമില്ല. കാരണം ഉള്ളിൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ലയോ. അപ്പോൾ അതാ കുറച്ച് ആൾക്കാരൊക്കെ പത്തിരി പരുത്തുണ്ട്. പിന്നെ ഇതാ ചുടുണ്ട് ഒരാൾ. പിന്നെ ആമി ഇതാ നമ്മളെ സമൂസൻ്റെ പണ്ടുണ്ടല്ലോ അത് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ പോയിക്കപ്പോണ്ട് ഇൻസിൽ ഹെബയും ഐഫും കിടന്ന് ഉറങ്ങണേ. അപ്പോൾ ഒരു നേരത്തെ കിടന്നിക്കണം കേട്ടോ. പിന്നെ ഇതാ മസാലയൊക്കെ റെഡിയായി. പിന്നെ ഏകദേശം കഴിഞ്ഞിക്കണ് തോന്നുന്നുണ്ട്. എന്താ പഴം നിറച്ചിക്കണ്. സമൂസേൻ്റെ ബാറ്ററി റെഡിയായി. പിന്നെ മസാല റെഡിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ അതമ്മ ചിക്കന് മസാല തേക്കുണ്ട്. പിന്നെ പത്തിരക്ക് ഓൾമോസ്റ്റ് എല്ലാം ചുട്ടായി നിൽക്കണ്. പിന്നെ വെറും കൂടിയും എന്താ സമൂസ ഉണ്ടാക്കിട്ടോ. പിന്നെ നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫങ്ഷന് വരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ അതാ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. പരിപാടി നടക്കുന്ന ആ ഒരു ഡേ ആണ്. അപ്പോൾ അതാ എല്ലാവരും 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും എണീച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ലൈമിൽ വന്നിരിക്കുക കേട്ടോ. വല്യപ്പമ്മയും പേരക്കുട്ടികളും എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതാ ഓരോരോ ആൾക്കാർ പണിയിലാണ്. അവിടെ ക്ലീനാക്കല്ല ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യലും അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഞാൻ മെയിൻ കിച്ചണിൽ പോയി കേട്ടോ. അപ്പോൾ അതാ അവിടെ പഴം നിറച്ചതൊക്കെ പൊരിച്ചിരിക്കണ്. പഴം നിറച്ചതും സമൂസയൊക്കെ പൊരിച്ച് റെഡിയാക്കിക്കാൻ കേട്ടോ. സമൂസ പിന്നെ ഇതാ ചിക്കൻ എണ്ണയിൽ പളപ്പളാന്ന് ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ. അപ്പം ആളിതാ ഉറക്കത്തിലാണ് കേട്ടോ, കരിയാതെ നല്ല സൈലൻ്റായിട്ട് ആളിരിക്കുന്നുണ്ട്. എന്താ കുടിക്കണേ? കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ അഹൽ ബേബി എൻ്റെ മുടിയൊക്കെ മുട്ട അടിച്ചേക്കണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഗോൾഡൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിട്ടോ. അപ്പം ഞാൻ അടുക്കള പോയിക്കപ്പോൾ എല്ലാം കൂട്ടം കൂടിക്കണം. പിന്നെ മനസ്സിലായി അവിടെ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ. അപ്പം ബീഫ് ഫ്രൈ ടേസ്റ്റ് ചെയ്യണതാണ് ഇത്രയും ആൾക്കാർ. ഒരു പ്ലേറ്റ് ബീഫ് ഫ്രൈ ആണ് ടേസ്റ്റ് ചെയ്യാൻ എടുക്കണത്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ആർത്തിപ്പണ്ടാരങ്ങളാണ് എന്ന്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കൊരു ഒരു പീസ് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയ, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പം അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഇത്രയും ആക്രാന്തം എല്ലണത്തിന്. അയ്യേ കൂയി 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 കൂയി. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളും ഫുഡ് കഴിച്ചിട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ടിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.